അല്ലേ? കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിസ്റ്റർ മസ്റ്റിൻ, ലൈഫർ, ലൈഫ് ഡേ, പിന്നെ യോമാക്, ഇപ്പം തന്നെ 4 ട്രൈക്കാസ് 5 അല്ലേ? അതായത് എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കൊന്ന് 5 അതിൽ കൂടുതലുണ്ടാവും. എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്ന ഒരു 5 ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും ബ്രാൻഡുകൾ വേറെ ഒരാൾക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഉണ്ടോ? മുസഫിർ ഡോക്ടർക്ക് ഇതിലേറെ ബ്രാൻഡുകൾ 5 കൂടുതൽ ചെയ്തിട്ടുണ്ട്. 6-7 ആൾക്ക് ചെയ്തിട്ടുണ്ട്. മുസഫിർ ഡോക്ടർ ചെയ്തിട്ടുണ്ട്, നമ്മൾ അൻവറിന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്, ആളുകൾ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് നമ്മൾ ബ്രാൻഡ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവരൊരു മൾട്ടി ബ്രാൻഡിലേക്ക് പോകുന്നവർ, കാരണം അവരുടെ കയ്യിൽ അത്രയും അധികം റിസോഴ്സ് ആണ്. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ്, ഒരു ബ്രാൻഡ് ഒരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി അയാൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനൊരു സൊല്യൂഷൻ വേണമെന്നുള്ളതാണ്. ഒരു നിങ്ങളുടെ കയ്യിൽ സൂപ്പർ സൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ സൂപ്പർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ യങ് മേക്കറാണ്. ഒരാളെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരിക, എനർജിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ അടുത്തുള്ളൊരു ആശയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ളൊരു ആശയത്തിനെ നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടൊരു ഹൈറാർക്കിക്കൽ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യുന്നു. 360 ഡിഗ്രി ക്ലബിലാവട്ടെ, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന 1Cast സ്റ്റുഡിയോ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാവട്ടെ, ഇതിലൊക്കെ നമ്മൾ ഒരു ഹൈറാർക്കി ഫോളോ ചെയ്തുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മാസം കൊണ്ടാണ് നമ്മൾ മിസ്റ്റർ ഷമീർ, പിന്നെ ഷമീറിൻ്റെ ഷമീർ MHD എന്നുള്ള നമ്മളുടെ ഈ ഒരു 1Castൻ്റെ CEO, അദ്ദേഹം പിന്നെ ഈ ഒരു 1Cast സ്റ്റുഡിയോ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് ആളുടെ പാഷനാണ്. വർഷങ്ങളായിട്ട് ഷമീർ ഈ ഒരു ഫീൽഡിൽ എക്സ്പെർട്ടൈസ് നേടിയിട്ടുണ്ട്, അതിൽ എക്സ്പേർട്ടാണ്. അത് വീഡിയോഗ്രാഫി ആണെങ്കിലും അത് ഫോട്ടോഗ്രാഫി ആണെങ്കിലും അതിനൊക്കെ കിട്ടിയ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഏറ്റവും മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ലോകത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഷമീറിൻ്റെ ഒരു ഐക്കോണിക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഷമീർ നമ്മൾ ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ള രീതിയിൽ അയാളെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തത്. ആസ് എ പൊസിഷൻ കോച്ച് എന്നുള്ള നമുക്ക് ഷമീറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ടാഗ് ലൈനാണ് ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ളത്. അപ്പോൾ അത് ഞാനുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം കൂടി. കാരണം എൻ്റെ ഇപ്പം മിസ്റ്റർ മസ്റ്റിനെ പോലെ, എംജിമിനെ പോലെ, ഇപ്പം നിങ്ങളിപ്പോൾ നേരത്തെ എണ്ണിയ ഓരോ ബ്രാൻഡും, ലൈഫർ ആവട്ടെ, യോമാക് ആവട്ടെ, ട്രൈക്കാസ് ആവട്ടെ, അതൊക്കെ നിങ്ങളിലൂടെ വന്ന ബ്രാൻഡ്. ആ ബ്രാൻഡുകളുടെയൊക്കെ വിഷ്വൽ വിസിബിലിറ്റി ജനങ്ങളിലേക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഈ 1Cast നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി, അല്ലേ? ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഷമീർ നമ്മുടെ കൂടെയാണ്, നമ്മൾ അടുത്തറിയുന്ന, അല്ലേ? നമ്മളെ ഓരോ പോയിന്റുകൾ പറയുമ്പോഴും അതിനെ ഉൾക്കൊള്ളുന്ന. അതുകൊണ്ട് തന്നെ ഈ ഷമീർ ഇപ്പം നമ്മൾ ഓരോ ബ്രാൻഡുകളുടെയും ബ്രാൻഡ് വിഷ്വലൈസർ ആകുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഷമീറിന് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത് റിയാലിറ്റിയിൽ ഇപ്പം മിസ്റ്റർ മസ്റ്റിനെ പോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന ബ്രാൻഡുകളൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മളുടേതായ ഒരു കേന്ദ്രം 20 ബ്രാൻഡ് ഓണേഴ്സാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ വന്നത്. നിങ്ങളും ഞാനൊക്കെ ഉൾപ്പെടെ, ഈവൻ ഷമീർ അടക്കം ഇതിൻ്റെ ഓണറാണ്, നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയുടെ ഓണറാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരേ മനസ്സിൽ, ഇപ്പോൾ ലുക്മാൻ ഷമീറെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിലും ആൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. അപ്പോൾ ലുക്മാനെ പോലുള്ള ഒരാൾ 19 വയസ്സിൽ തന്നെ ഒരു പ്രൊജക്റ്റിലെ ഒരു ഇൻവെസ്റ്ററായിട്ട്, ഒരു ഓണറായിട്ട്, ഒരു ബ്രാൻഡ് ഓണറായിട്ട്, അതിൻ്റെ CEO പൊസിഷനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന ഒരാളായിട്ടൊക്കെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. 360 ഡിഗ്രി ഗ്രോത്ത് ക്ലബ്ബിൽ നമ്മളൊരു കൃത്യമായ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ 1Castൻ്റെ പിന്നെ ഓണർ, അതുപോലെ ഡയറക്ടർ, അതിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്ന ഇൻവെസ്റ്റർ, എല്ലാം കൂടി ആയിട്ടുള്ള ആളാണ് ഷമീർ, അല്ലേ? ഷമീറിന് ഒരു പ്രത്യേകം ഞാൻ കണ്ടത് മൾട്ടിപ്പിൾ ടാലന്റുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല ഭംഗിയായിട്ട് മൾട്ടിപ്പിൾ ടാലന്റഡ് ആണെങ്കിലും ഷമീർ ആക്ച്വലി ഫോക്കസ്ഡ് ആണ്. ഇപ്പം പ്രത്യേകിച്ചും ആൾ ഫോക്കസ്ഡ് ആണ്, പാഷനേറ്റും ആണ്. യെസ്, അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ അന്ന് നമ്മളെ ഒരു വീഡിയോ ഷൂട്ട് നമ്മൾ പോയ സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നല്ല ഭംഗിയായിട്ട് പാട്ട്, ഞാൻ സത്യത്തിൽ അവിടെ ഓഡിയോ ഒരു പാട്ട്, സാധാരണ ഓരോ പാട്ട് എന്നുണ്ടെങ്കിൽ അവിടെ കയറി ചെന്നത്, അത് ശരിയൊരു പാടുക എന്നുള്ളത് ഞാൻ അവിടെ കയറുമ്പോഴാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ആക്ടറാണ്. ഞാൻ 1-2 അദ്ദേഹത്തിൻ്റെ ഷോർട്ട് മൂവിയൊക്കെ കണ്ടു. അടിപൊളിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു മാർക്കറ്റിംഗ് ഏജന്റിന് ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൽ ആക്ട് ചെയ്തു. അതോടൊപ്പം അതിന് നല്ലൊരു മോഡലുമാണ്. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന, ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1000 ബ്രാൻഡുകളെ നമ്മളെ മിസ്റ്റർ മസ്റ്റിനെ പോലെ
എംജിമിനെ പോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന എല്ലാ ബ്രാൻഡുകളെ പോലെ അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് ടാസ്ക്. അതിൽ ഈ ഒരു ബ്രാൻഡ് വിഷ്വലൈസർക്കുള്ള റോള് വളരെ വലുതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇനി എൻ്റെ കോൺഫിഡൻസ് ഒന്നും കൂടി കൂടും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ബ്രാൻഡ് ഓണേഴ്സിനെ നേരെ നമ്മൾ ഈ വൺ കാസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഷമീറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിസിബിലിറ്റി കൊടുക്കും. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് മുമ്പ് നമ്മൾ ഐജൻ്റെ ഷാവലൻബർ ഇവിടെ വന്ന് പോയി. ആള് ഐജൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ മൊബൈൽ റീസെൽ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വിസിബിലിറ്റിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് വൺ കാസ്റ്റ് ആൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് പുള്ളി കുറച്ച് മുമ്പ് പറഞ്ഞത്. കാരണം പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു പിന്നെ സ്റ്റേജുകൾ പിന്നെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റേജുകളിലൂടെയോ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസിലൊന്നും പ്രസൻസിൽ വന്നൊരു വ്യക്തിയല്ല. ആൾ വളരെ കുറഞ്ഞ രൂപത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്, അത്തരം രീതി. പക്ഷേ പുള്ളി ഇവിടെ വന്ന് പുള്ളി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടി. ആദ്യം പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങി ജനങ്ങൾക്ക് എത്തുന്നതോടുകൂടി ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്ത വർത്ത് എനിക്ക് തിരിച്ചു കിട്ടിയത്. അദ്ദേഹം പറഞ്ഞത് ഒരു വീഡിയോയിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ. അപ്പം നമ്മളുടെ 360 ഡിഗ്രിയിലുള്ള ഒരു വലിയ ഒരു സംവിധാനമാണ് ആക്ച്വലി ഈ മൈക്രോ സംരംഭം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ മൈക്രോ സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇപ്പോൾ അത് ചെയ്യുന്നത് അതിമനോഹരമായ ഒരു സിസ്റ്റത്തിലാണെന്നുള്ളത്. ആ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം 20ഓളം ഓൺട്രപ്രണേഴ്സ് അവരുടെ ഒരു സംരംഭമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഷമീർ അത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഷമീർ ആക്ച്വലി എന്താണ്, ഷമീർ ഈ ഒരു മേഖലയിൽ പാഷനേറ്റ് ആയിട്ടുള്ള. അപ്പം ഞാൻ എൻ്റെ ബ്രാൻഡ് ഓണേഴ്സിനോടും 360 ഡിഗ്രിയിലെ ക്ലബ്ബിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ ഫീൽഡിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കൊണ്ടുവരൂ, അവരെ ഇതിൻ്റെ പാർട്ടാക്കൂ, എന്നിട്ട് നിങ്ങളുടെ മേഖലയിൽ നിങ്ങളൊരു മൈക്രോ സംരംഭവും തുടങ്ങും. അപ്പം നിങ്ങളുടെ ടെൻഷൻ പകുതി കുറഞ്ഞു. ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വീഡിയോ വിഷ്വൽ വിസിബിലിറ്റി കൊടുക്കുക, അവരുടെ ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മളുടേതായ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ ക്വാളിറ്റി പോകുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് മിസ്റ്റർ മസ്റ്റിൻ്റെ ആവട്ടെ, ഇനി മറ്റുള്ള ബ്രാൻഡുകളുടേതാവട്ടെ, നമ്മൾ പൽബിഡോ പോലെയുള്ള ബ്രാൻഡുകൾ, ജോമറിക്ക് പോലെയുള്ള ബ്രാൻഡുകൾ, ഒക്കോം പോലുള്ള ബ്രാൻഡുകൾ, ഇവരൊക്കെ വിഷ്വൽ വിസിബിലിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിനി എളുപ്പമാണ്. കാരണം നേരെ ഐകാസ്റ്റിൽ ഷമീറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ നേരെ ഇതിന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ലിഫ്റ്റ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ലിഫ്റ്റ് കയറുമ്പോൾ അതിൽ ഒരാൾ മാത്രമല്ല മുകളിലേക്ക് പോകുന്നത്, എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന 360 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു ഗ്രോത്ത് ക്ലബ്ബിൽ നമ്മളത് പ്ലഗ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ സംഭവങ്ങൾ. അതിനിപ്പോൾ വൺ കാസ്റ്റ് പോലെ എല്ലാം, ഇപ്പോൾ വൺ കാസ്റ്റ് ആണെങ്കിലും ഷമീറോടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് ട്രാക്കറിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരും. അതിൽ എത്ര ബ്രാൻഡ് വിസിബിലിറ്റി നമുക്കായി, എത്ര നെറ്റ്വർക്ക് നമുക്കായി, എത്ര റവന്യൂ ഗ്രോത്ത് വന്നു, എത്രത്തോളം നമ്മൾ സിസ്റ്റം അപ്ലൈ ചെയ്തു, എത്രത്തോളം നമ്മൾ സ്ട്രാറ്റജി കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ഗ്രോത്ത് ട്രാക്കറിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുള്ള ഇൻവെസ്റ്റേഴ്സിനൊന്നും എന്തായി വൺ കാസ്റ്റ് സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, എത്ര എമൗണ്ട് വന്നു, എത്ര പോയി എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അത് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് പിന്നെ ജാഫർ മാഷെ ഓരോ മൈക്രോ ആയിക്കോട്ടെ മാക്രോ ആയിക്കോട്ടെ സംരംഭങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചത്, അതിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിൽ പാഷനേറ്റാണ്. അത് മാത്രമല്ല സമൂഹത്തിൻ്റെ ഒരു പെയിൻ പോയിന്റിന് ഒരു പരിഹാരം അവരെടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഈ ക്രഗ് ആയിക്കോട്ടെ, ലൈഫർ ആയിക്കോട്ടെ, അതുപോലെ വൺ കാസ്റ്റ് ആയിക്കോട്ടെ, അത് അവർക്ക് സ്കെയിലബിലിറ്റി ഉള്ള കാര്യമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എക്സ്പേർട്ടുമാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട 4 പോയിന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോ സംരംഭങ്ങൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഷമീറിനോട് സംസാരിച്ചത്, ഷമീർ ഈ ഒരു മേഖലയിൽ ഷമീർ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഷമീർ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഷമീറിൻ്റെ അണ്ടറിൽ ഷമീറിൻ്റെതായ ഒരു കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൺ കാസ്റ്റ് സ്റ്റുഡിയോനെ നമുക്ക് സ്കെയിലബിൾ ആക്കാൻ പറ്റും. ഇനി അതല്ല, ഷമീറിൻ്റെ മറ്റു പാഷനുകളുണ്ട്. എല്ലാത്തിലും ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈവൻ ഷമീറിന് മോഡലിംഗ് പാഷനാണ്, ഫോട്ടോഗ്രാഫി പാഷനാണ്, അതേപോലെ തന്നെ ഷമീറിന് പാഷനുള്ള പാട്ട് പാടുക എന്നുള്ള പാഷനാണ്. ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷമീറിൻ്റെതായ ഒരു ടീമിനെ. പക്ഷെ അതിലൊക്കെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഷമീറിൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. മറിച്ച് അത് ഇൻവോൾവ് ആവാൻ അതിലേറെ പാഷനുള്ള ഒരാളെ ഷമീർ ഹയർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റാർട്ടപ്പുകൾ ഓട്ടോമാറ്റിക് റൺ ആവും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ പരസ്പരം റിക്വയർമെൻറ്റുകൾ വരുമെന്നുള്ളതാണ്.
ഇത് ആക്റ്റീവായിട്ട് എല്ലാ ആഴ്ചകളും നിർബന്ധമായിട്ടും എന്താ ലുക്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ വ്യാഴാഴ്ചകളും എന്താണ് നമ്മൾ പിന്നെ 360 ഡിഗ്രി ക്ലബ്ബിൽ വരികയാണ്. അപ്പോൾ പരസ്പരം നമ്മൾ നിരന്തരം ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊന്നും ഫിറ്റ്നസ് ചെയ്യാതിരിക്കാൻ കാരണങ്ങളില്ല. കാരണം ഫിറ്റ്നസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരെ അവിടെ വന്നാൽ മതി, അവിടെ നിങ്ങൾക്ക് ഫിറ്റ്നസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടീം അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീം സമയമാണെങ്കിൽ അതും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ മലബാറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പിന്നെ ഫിറ്റ്നസ് സെൻ്ററാണ്. എല്ലാ സംവിധാനങ്ങളും അമേരിക്കൻ മിഷണറീസ് ഉണ്ട്. എന്നാൽ രാവിലെ 5 മണി മുതൽ തന്നെ എല്ലാ ട്രെയിനേഴ്സും ആക്റ്റീവാണ്. വെച്ചാൽ 5 മണിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ തുറന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഇതെല്ലാം സാധാരണ ഫിറ്റ്നസ് സെൻ്ററുകളൊക്കെ തുറക്കണം, പക്ഷേ എല്ലാം ആക്റ്റീവാണ്. സാധാരണ ഫിറ്റ്നസ് സെൻ്ററിൽ ഒരാളൊക്കെ വന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ പിന്നെ ട്രെയിനേഴ്സും രാവിലെ നേരത്തെ തന്നെ വന്ന് അവിടെ ആക്റ്റീവ് ആവുന്ന സ്ഥലമാണ്. രാത്രി 12 മണി വരെ അവിടെ അവൈലബിൾ ആണ്. ലേഡീസിന് പ്രത്യേകിച്ചും ഇതൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ടീമിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഫിറ്റ്നസ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. മാത്രമല്ല അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. വ്യാഴാഴ്ച മാത്രം വരുന്ന ആളുകൾ, നമ്മളെ 360 ഡിഗ്രി ക്ലബ്ബിൽ വരുന്ന ആൾക്കാർ അന്ന് മാത്രം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിറ്റ്നസ് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ലൈഫ് ഡേ പ്രോഗ്രാം പോലെ ലൈഫർ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഒരു പക്ക ഒരു സ്റ്റാർട്ടപ്പുകളാണ്. ഇപ്പോൾ ലൈഫർ എന്നുള്ളത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ്. ഒന്ന് പറയാമോ അത്? അതായത് ലൈഫ് ഇപ്പോൾ സമൂഹത്തിന് അനുഭവപ്പെടുന്ന ഒരു വിഷയം, പിന്നെ ആളുകൾക്ക് അറിയില്ല അവർക്ക് എന്ത് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഡയറ്റ് ഫുഡ് കഴിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല. അവർക്കുള്ള വർക്കൗട്ട് അല്ല, അവർ മറ്റാർക്കോ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് പല ആൾക്കാർ യൂട്യൂബിൽ നോക്കിയിട്ടും ജിം ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്ക് നമ്മളിപ്പോ GST അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ പെട്ടെന്ന് ഒരു ബിസിനസ്സിൽ കയറി വരുമ്പോൾ ആ ബിസിനസ് ആകെ നെട്ടുകയാണ്. അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതേപോലെ നമ്മുടെ ബോഡിക്കും ഒരു ഇൻകം ടാക്സും അതുപോലെ ഒരു GST ഒക്കെ വരും എന്നുള്ളതാണ്. കംപ്ലീറ്റ് ബോഡിയെ ഓഡിറ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് വേണം അവരെ കൗൺസിൽ ചെയ്തുകൊണ്ട് കൗൺസിൽ ചെയ്ത് അവരുടെ തന്നെ കാര്യങ്ങൾ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വലായിട്ട് പേഴ്സണൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആണ് അവരെ നടത്തുന്നത്. അതായത് അവർക്ക് എന്ത് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, ആ വർക്കൗട്ട് അവർ ലൈഫിൽ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ IT-യിലൊക്കെ എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമ്മൾ IT-യിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഫിറ്റ്നസിന്റെ ഒരു ഐക്കണായിട്ട് പുഷപ്പിനൊക്കെ ആ ആളുകൾക്ക് പുഷപ്പ് ചെയ്യാൻ തന്നെ പാടില്ല. അല്ലെങ്കിൽ പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡബിൾ ആയിട്ട് അവിടെ മറ്റു പല ആക്ടിവിറ്റിയും ചെയ്യണം. അപ്പൊ അതിനൊക്കെ കറക്റ്റ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഏത് ഫുഡ് നിങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഏത് സ്ട്രെച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരം പിന്നെ ട്രെയിനേഴ്സിനെയാണ് നിങ്ങൾ ചെല്ലേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് എന്താണ് നിങ്ങളുടെ പോസ്റ്ററിലുള്ള മാറ്റം, നിങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ വാക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു ഫിറ്റ്നസ് ഓഡിറ്റിംഗ് വളരെ കുറഞ്ഞ ചെലവിലാണ് കൊടുക്കുന്നത്, വളരെ കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ബുക്ക് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൽ അയാളെ കയ്യിൽ ഒരു പോക്കറ്റിൽ ഒരു ട്രെയിനറെ കൊണ്ട് നടക്കുന്ന പോലെയാണ് അയാൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നത്. ഏത് ഫുഡാണ് കഴിക്കേണ്ടത്, എങ്ങനെ വർക്കൗട്ട് ചെയ്ത് എല്ലാം അതിനകത്ത് ഉണ്ടാവും. അത് അയാൾക്ക് അയാളുടെ ലൈഫിന്റെ ഒരു ബൈബിളായിട്ട് അത് ഉപയോഗിക്കാം അല്ലേ? അയാളുടെ ബോഡി അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു സംരംഭം എന്നുള്ള രീതിയിൽ നമ്മൾ പലരും ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇങ്ങനത്തെ കുറേ തിയറീസ് പറയാറുണ്ട്. പക്ഷെ നമ്മൾ തികച്ചും വ്യത്യസ്തം. നമ്മളിത് അപ്ലൈ ചെയ്താണ് കാണിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ടോക്കിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിൻ്റെ തിയറി പാർട്ടല്ല പറയുന്നത്. നമ്മളിതൊക്കെ ചെയ്തൊക്കെ സംഭവമാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ആശയം നമ്മൾ കൊണ്ടുവന്നു, നമ്മൾ അതിലേക്ക് ഒരു റിയലായിട്ട് അത് പാഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരുന്നു. അയാൾ സ്വാഭാവികമായിട്ട് 360 ഡിഗ്രി ക്ലബ്ബിൽ വരുന്നു. 360 ഡിഗ്രി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്, അതിൻ്റെ ഒരു എക്കോസിസ്റ്റമാണ്. അയാൾ അവിടെ വരുന്നു, അയാൾ ഓട്ടോമാറ്റിക്കലി അതിനുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഗോയിങ് കണ്ടെത്തുന്നു. മെല്ലെ മെല്ലെ സ്കെയിലബിൾ ആയിട്ട് ഈ ഒരു സാധനം ലോകം മുഴുവനും, ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ട് അത്ര കോടി ജനങ്ങളിലേക്കും കൊടുക്കാം. അങ്ങനെ പോകാൻ പറ്റുന്ന സ്കെയിലബിൾ മോഡലുള്ള സ്റ്റാർട്ടപ്പുകളാണ് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നോക്കുന്നത്. അത് ഒന്നിൽ നിന്നാണ് പിന്നെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒന്നുകിൽ നമ്മളുടെ നിലവിലുള്ള മെമ്പേഴ്സിൻ്റെ അവരുടെ പാഷനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ ബ്രാൻഡുകൾ, നമ്മൾ 110ഓളം ബ്രാൻഡുകൾ ഇപ്പം ആക്റ്റീവ് ഓണായി കിടക്കുന്നുണ്ട്. ആ 110ഓളം ബ്രാൻഡുകളുടെ അണ്ടറിലും ഇത്തരത്തിലുള്ള കൊച്ചു മൈക്രോ സംരംഭങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് മെല്ലെ മെല്ലെ വലുതാവും എന്നുള്ളതാണ്. ഇപ്പോൾ വൺകാസ്റ്റ് ഉടനെ തന്നെ നമ്മൾ അടുത്ത വലിയ പ്രൊജക്ട് കാലിക്കറ്റിൽ വരുന്നുണ്ട്. അവിടെ നമ്മൾ വൺകാസ്റ്റിന്റെ ഒരു സ്റ്റുഡിയോ ഈ കാലിക്കറ്റിൽ സാർ ഇതിന്റെ കൂടെ ഒരു ട്രൈകാസ്റ്റ് എന്നുള്ള നമ്മളൊരു കമ്മ്യൂണിറ്റി. അതെ അതിനെ കുറിച്ചിട്ടൊന്ന്. അതെ ട്രൈകാസ്റ്റ് എന്നുള്ള കമ്മ്യൂണിറ്റി ഇപ്പം പിന്നെ നമ്മൾ എനർജി നിങ്ങളെ മിസ്റ്റർ മസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് എനർജി കമ്മ്യൂണിറ്റി എന്ന് ധൈര്യസമേതം പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി. എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം വെച്ചാൽ ഇതിനൊരു കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളത്. വേറൊരാൾക്ക് പരാതി ഉണ്ടാവില്ല. ഒരു ഇന്ത്യാസ് നമ്പർ 1 ഫസ്റ്റ്
എനർജി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 100 പേരെയാണ് നമ്മൾ കാണുന്നത്. 100 പേരടങ്ങുന്ന ഒരു എനർജറ്റിക് ടീം 2035 ആകുമ്പോഴേക്കും ഏകദേശം പിന്നെ 1 മില്യൺ ആളുകൾ, 10 ലക്ഷം ആളുകളെ എനർജൈസ് ചെയ്യുക എന്നുള്ളത് വെറുതെ ടോക്കിലൂടെ അല്ല. നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ 100 പേരെ നമ്മൾ എനർജൈസ് ചെയ്യുന്നത് അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ട്, അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഡയമണ്ടിനെ കണ്ടെത്തിയിട്ട്, അവർക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിനെ ഒരു സ്റ്റാർട്ടപ്പാക്കി മാറ്റുക, അതിനെ ഒരു പണമാക്കി മാറ്റാം. അതിനൊക്കെ അവർക്ക് ഇൻകം നേടാൻ വേണ്ടിയിട്ട്, അത് ഇന്ത്യയിൽ നിന്നാവാം, ഇവിടെയുള്ള ആളുകളിൽ നിന്ന്, വിദേശത്തു നിന്നാവാം, ഇൻകം വരുന്ന രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക, അതിനൊരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡലാക്കി കൺവേർട്ട് ചെയ്യുക, അതിന് ഒരു ആക്ച്വൽ ഇന്ന് പറയാം ഏത് രൂപത്തിൽ വേണമെങ്കിലും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനമാണ്. അതിന് മാക്സിമം കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക, പ്ലസ് അതിനെ കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം 100ഓളം വരുന്ന ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ആശയങ്ങളെ ഒരുമിച്ച് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മോൾ കോൺസെപ്റ്റ്, ഒരു എനർജി മോൾ, ഒരു ഹാപ്പിനെസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു മോൾ കോൺസെപ്റ്റാണ്. അതിന് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു മൈക്രോ സംരംഭങ്ങളായിരിക്കും ഉണ്ടാവുക. അതിലൂടെയാണ് നമ്മൾ അവരെ എനർജൈസ് ചെയ്യുന്നത്. കാരണം ഒരാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങളാണ്. കാരണം അയാളുടെ ചിന്തകളാണല്ലോ അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത്. എന്ത് കാര്യത്തിനും അയാളുടെ മനസ്സിൽ ആശയം, ഈവൻ ഒരാൾ ഫിറ്റ്നസ്സിൽ പോയി അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻറ്ററിൽ പോയി ഫിറ്റ്നസ് ആയി വരണമെന്നുണ്ടെങ്കിലും അയാൾക്ക് ആ ആശയം അയാളുടെ മനസ്സിൽ കത്തണം. അപ്പോൾ അത്തരത്തിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഇപ്പോൾ ഷമീറിനെ പോലെയുള്ള എക്സ്പേർട്ടുകൾ, പാഷനുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും യഥാർത്ഥത്തിൽ റിയലി അവർ വെളിച്ചം കാണാതെ അവരുടേതായ ലോകത്ത് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഷമീറിനോട് പറഞ്ഞു, ഷമീർ നിങ്ങൾ വർക്ക് ചെയ്യല്ല വേണ്ടത്, ഷമീർ നിങ്ങൾ ഇത്തരത്തിലുള്ള ഷമീറിനെ പോലെ ആളുകളെ ക്രിയേറ്റ് ചെയ്യൂ, അവരെ ഡെവലപ്പ് ചെയ്യൂ. കാരണം ഇനിയും വർക്ക് ചെയ്യുന്നതിലല്ല, ഇത് സ്കെയിലബിൾ ആവണം, ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ എനർജി കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ആളുകൾക്ക് മാക്സിമം എനർജി കൊടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ ഇത് റിയലൈസ് ചെയ്തുകൊണ്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും അസോസിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എല്ലാ ഡോറുകളും തുറന്നിട്ടുകൊണ്ട് ആർക്കും ഇതിലേക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് ട്രൈക്കാസ് എനർജി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനം. ഓക്കെ, അത് നമ്മൾ ഒരു ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് കൃത്യമായിട്ട് നമ്മൾ അതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് എല്ലാ മോർണിംഗിലും അതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി നടക്കുന്നത്. തുടങ്ങി അന്നിപ്പോൾ ഏകദേശം 65-70 ദിവസങ്ങൾ പിന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ ഒരേ വേവ് ലെങ്ത്തിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് ഒരേ വേവ് ലെങ്ത്തിലുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മീറ്റിങ്ങുകളും അതിൻ്റെ ഫർദർ എക്സിക്യൂഷൻ പോയിന്റുകളും സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോരുത്തരും അവരവരുടെ ഒരു ചെറിയ ലോകം സൃഷ്ടിച്ചാൽ മതി. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ഹാപ്പിനെസ് സെൻറ്റർ വരുമ്പോൾ നമ്മളിപ്പോൾ വൺകാസ്റ്റ് സ്റ്റുഡിയോവുമായിട്ട് നമ്മൾ ഷമീർ MHD എന്ന് പറയുന്ന ഇതിൻ്റെ CEO അവിടെ വരുമ്പോൾ ഷമീറിൻ്റെ ഒരു ടീമായിട്ടായിരിക്കും അവിടെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഷമീറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബ്രാൻഡ് വിഷ്വലൈസർ എന്ന് പറയുന്ന ആ ഒരു മാളാണ് അവിടെ ഉണ്ടാവുക. അതിപ്പോൾ ഷമീറിനെ സംബന്ധിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു സംഭവം എന്നെ കൂടി ചെയ്യാൻ പറ്റുമോ? പക്ഷേ വിത്ത് ദ ടീം, ഷമീറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഷമീറിനെ അത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് കണ്ടാൽ മതി. അത്തരത്തിൽ ബ്രാൻഡ് വിഷ്വലൈസർ എന്ന് പറയുന്നതിന് പലതരം ഓഡിയോ വിഷ്വലൈസിങ്, ഓഡിയോ ലെവലിൽ ഒരാളെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ശബ്ദം കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ആങ്കറിങ് തുടങ്ങി ഇതിൽ ഓരോ വ്യക്തികളുണ്ടല്ലോ ഒരു 100 പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ വളരുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ ലോകം സൃഷ്ടിക്കുന്നു, ഓട്ടോമാറ്റിക്കലി അത് എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് സെൻ്ററായിട്ട് മാറുന്നു. ജാഫർ സാർ, ഇപ്പോൾ ഗ്ലോബൽ ലെവലിലേക്ക് മൂവ് ചെയ്ത എത്ര ബ്രാൻഡ് സാർ ചെയ്തിട്ടുണ്ട്? എൻ്റെ ബ്രാൻഡുകളിൽ ഓൾമോസ്റ്റ് ഈ 110 ബ്രാൻഡുകളും അല്ലെങ്കിൽ ഗ്രോയിങ് ഗ്ലോബലാണ്. അതിലിപ്പോൾ ഏകദേശം ഒരു പിന്നെ നിലവിൽ ഇപ്പോൾ ഗ്ലോബൽ ടച്ച് ചെയ്ത ബ്രാൻഡുകളിൽ ഇപ്പം നിങ്ങളുടെ ബ്രാൻഡ് തന്നെ ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ചെയ്ത പാസസ് എന്ന് പറയുന്നത് UK ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് ഇവിടുന്ന് UK പോകുന്ന കുട്ടികൾക്ക് അവിടെ സർട്ടിഫൈഡ് ആയിട്ട് ഏത് സ്ഥാപനത്തിനും ജോലി ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയാണ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മളുടെ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ UK വരാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മിസ്റ്റർ മസ്റ്റ് എന്നുള്ള ബ്രാൻഡ് ഇറ്റ് സെൽഫ് ഗ്ലോബൽ ആയി എന്നുള്ളതാണ്. പക്ഷെ ഗ്ലോബൽ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് അവിടെ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നൊന്നുമല്ല, മറിച്ച് അവിടെയും നമ്മളുടെ സാന്നിധ്യം, നമ്മുടെ ബ്രാൻഡ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ്, നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ നമ്മൾ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെയുള്ള ഫിറ്റ്നസ് സെൻറ്ററുകളിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ ഗ്ലോബൽ ആയി എന്ന് പറയാം. കാരണം അവിടെയുള്ള ആളുകൾക്ക് കൂടി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് നമ്മളോട് ഒരുക്കിയിട്ടുള്ളത്. സോ നമ്മൾ മിസ്റ്റർ മസ്റ്റിൻ ഗ്ലോബൽ ആയി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്റർനാഷണൽ എക്സ്പോഷറുള്ള ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്മാസിയോ ഓൾറെഡി ഗ്ലോബൽ ആയി, അൽബിഡോ ഓൾറെഡി ഗ്ലോബലായ ബ്രാൻഡാണ്. അതേപോലെ തന്നെ നമ്മൾ ജോമറിക്ക് ഗ്ലോബലി ഓൾമോസ്റ്റ് അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡുകൾ ഇപ്പോൾ ഞാൻ അറിയുന്നതും നമുക്ക് ലൈവായിട്ട് അറിയുന്ന പല ബ്രാൻഡുകളും ഒക്കോമാണെങ്കിലും ഒക്കെ ഗ്ലോബൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഗ്ലോബൽ ആയി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഗ്ലോബൽ ടച്ച് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഗ്രോയിങ് ആണ്, എല്ലാ ബ്രാൻഡുകളും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അഭിമാനകരമായ നേട്ടമാണ് അത്. അതെ, തീർച്ചയായിട്ടും. പാസസ് ഞാൻ ഓക്കെ ആണോ? അതായത് 3% ഇനി അതിന്റെ ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ ചർച്ച, നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയും തുടരണം. നമ്മുടെ ചർച്ചകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ. നമുക്ക് പറയാനുള്ളത് ചെയ്ത കാര്യങ്ങളാണ്. ഇത് നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്തതിൻ്റെ റിസൾട്ടുകൾ ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലേ? ശരിയല്ലേ? യെസ്. ഏതായാലും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ സാറിനെ പറ്റി ആളുകൾ പൊതുവെ പറയുന്നത് ഒരു മിഡ്ഫീൽഡർ എന്നാണ് പറയുക, ഒരു സിഡാനായിട്ടാണ് പറയുക. എപ്പോഴും സെൻട്രലിൽ നിന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് പന്ത് കൊടുക്കുന്ന, അവരെ വിജയിപ്പിക്കുന്ന, അവരെ എനർജറ്റിക് ആക്കുന്ന ഒരു ഫോട്ടോയിൽ പോലും നിങ്ങൾ സിംഗിളായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും കൂട്ടത്തിൽ, അതായത് ആൾക്കൂട്ടത്തിന് നടുവിൽ എല്ലാവരെയും വിജയിപ്പിക്കുക, എല്ലാവരും ഒത്തുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പൊസിഷനിങ്. ഏതൊരു വ്യക്തിനെ കണ്ടാലും അയാൾക്ക് നല്ലൊരു പൊസിഷനിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ സാറിൻ്റെ ഇത് കാണാം. പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഏതായാലും താങ്ക് യു. നിങ്ങളെ വിലപ്പെട്ട സമയം പിന്നെ എം ജിമ്മിൻ്റെ അതായത് ഈ ഒരു ഇതിന് വേണ്ടി മാറ്റി വെച്ചതിന്. ഓക്കെ. നമ്മളെ ആവശ്യമ്പോൾ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ സമയം കട്ടെ, ഞാനത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കിട്ടുമെങ്കിൽ എടുത്താൽ മതി. ഓക്കെ. ഓക്കെ, അതായത് നമ്മളെ പിന്നെ ഇത്തരത്തിലുള്ള മൈക്രോ സംരംഭങ്ങളെ ഇതേപോലെ നമ്മളെ ഹാപ്പിനെസ് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റിനെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് വരുന്നത്. ഒന്ന്, നാളെ നടക്കുന്ന നമ്മൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് 20 പേരടങ്ങുന്ന ഒരു ടീമിന് പിന്നെ നടക്കുന്ന ഒരു പ്രോഗ്രാം, കരടൻ സുലൈമാൻ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേരള എന്നൊക്കെ പറയുന്ന അദ്ദേഹവുമായിട്ടുള്ള ഒരു മീറ്റപ്പ്. അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളൊരു ആശയത്തിനെ കാശാക്കി മാറ്റുക അല്ലെങ്കിൽ ആശയത്തിനെ വിൽക്കുക എന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഈ പറയുന്ന ഓഗസ്റ്റ് 31-ന് നമ്മളുടെ കാലിക്കറ്റിലെ ഡിമോറ ഹോട്ടൽ വെച്ചിട്ട് നമ്മൾ വലിയ 100ഓളം ആളുകൾ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പ്രോഗ്രാമുകൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമായിട്ട് റിയലി നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങളുള്ള ആളുകൾ ഇവിടെ ആശയമായിട്ട് വരുന്നു, അതിനെ പ്രാക്ടിക്കലൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ സ്ട്രാറ്റജികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ സാധ്യതകൾ ഡിസ്കസ് ചെയ്യുന്നു, അതിനെ ഗ്ലോബലി മൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തരായ ആളുകളെ കൊണ്ടും ധന്യമായ ഒരു 2 പ്രോഗ്രാമിലേക്കും നമ്മൾ എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്. ആ ഒരു പ്രോഗ്രാം, അതായത് പിന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്